Kerala Reader English Standard 5 Part 1. My dear students, The Warmth of Love Unit 1 Kerala Reader English Class 5 എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. ലെറ്റ് സ്റ്റാർട്ട്. യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ കാണുന്നത്? ഒരു പാർക്കിൻ്റെ ചിത്രം കാണാം. അവിടെ കുറച്ച് കുട്ടികളായിട്ട് കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു കൂട്ടിൽ കുറച്ച് പക്ഷി കുഞ്ഞുങ്ങളുണ്ട്. അമ്മക്കിളി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബെഞ്ചിൽ അച്ഛനമ്മ ഇരുന്നിട്ട് ആ മോനോട് എന്തൊക്കെയോ സന്തോഷത്തോടെ വളരെ ചിരിച്ചുകൊണ്ട് ഓമനിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞ കവി എന്താണ് പറയുന്നത്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഈ ഭൂമിയാണ് സ്നേഹിക്കാനുള്ള യഥാർത്ഥ സ്ഥലം. മുന്നോട്ട് നോക്കാം. ദ ഡോർ വേ. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ 2 പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരമ്മ ഒരു കുട്ടീനോട് സംസാരിക്കുന്നു. ഇവിടെയും ഒരമ്മ ഈ കുട്ടീനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അബൌട്ട് 2 boys ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. ഈ 2 കുട്ടികളും സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ഈസ് ഹി ഹാപ്പി? വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ ഈ ഫസ്റ്റ് ബോയ് എന്താ ചെയ്യുന്നത്? അവൻ ഹാപ്പിയാണോ? അതിൻ്റെ കാരണം എന്താണ്? പിന്നെ രണ്ടാമത്തേൽ പറയുന്നത് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? വാട്ട് ഈസ് ഹിസ് മദർ ട്രൈങ് ടു സേ? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അപ്പം രണ്ടാമത്തെ പിക്ചറിൽ ഈ അമ്മ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ നമുക്ക് കാണുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഈ കുട്ടി ഈ അമ്മ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വളരെ താല്പര്യമുള്ള കുട്ടിയാണ്, ഇഷ്ടമുള്ള കുട്ടിയാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം കരച്ചിലൊന്നുമില്ല. രണ്ടാമത്തേൽ ഭയങ്കര വാശിയാണ്, കരച്ചിലാണ്. എനിക്ക് പോകണ്ട, ഇവിടെ നിന്നാൽ മതി, വീട്ടിൽ നിന്നാൽ മതി, അമ്മൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് നമ്മൾ കാണുന്നത്. Now your teacher will tell you about his or her first day at the school. ഇനി നിങ്ങളെ ടീച്ചർ നിങ്ങൾക്ക് അവരുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് പറയും. How was your first day to school? നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. The kissing hand. In this story, a little raccoon named Chester is hesitant about going to school. Now, let's see what happens to him. ഇവിടെ ഈ കഥയിൽ എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? എ ലിറ്റിൽ റക്കൂൺ, ഒരു ചെറിയ കുട്ടി റക്കൂൺ. റക്കൂൺ എന്ന് പറഞ്ഞാൽ മരപ്പട്ടി. നമ്മളെ നാട്ടിലൊക്കെ മെരു എന്നൊക്കെ പറയും. പനയിലൊക്കെ ജീവിക്കുന്ന, മരങ്ങളുടെ മേലെ ജീവിക്കുന്ന ഒരു ജീവിയാണിത്. അതിൻ്റെ പേരാണ് ചെസ്റ്റർ. ഈസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാൻ വളരെ മടി കാണിക്കുന്നു. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാം? ചെസ്റ്റർ റക്കൂൺ, അതായത് കുട്ടി റക്കൂൺ ഈ ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് ബാഗെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് വായിക്കാം എന്താണ് അവിടെ കൊടുത്തത്. ചെസ്റ്റർ റക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. അതായത് ആ കുട്ടി റക്കൂൺ ഫോറസ്റ്റിൻ്റെ എഡ്ജ് വരെ വന്ന്, ഫോറസ്റ്റ് അവിടെ കഴിയുകയാണ്, ഇനി കുറച്ച് മുന്നോട്ട് നടന്നിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. അവിടം വരെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കരയുക. എന്താണ് പറയുന്നത്? ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. അമ്മനോട് പറഞ്ഞു എനിക്ക് സ്കൂളിൽ പോകണ്ട. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. എനിക്ക് നിങ്ങളുടെ കൂടെ വീട്ടിലിരിക്കണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് കൂട്ടുകാരെ കൂടെ കളിക്കണം. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കണം. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്. അപ്പോൾ ഇവന് ചെറിയ ചെറിയ ബുക്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടമ്മ, അതൊക്കെ എനിക്ക് വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എനിക്ക് എൻ്റെ ഊഞ്ഞാനിൽ മേൽ ആടി കളിക്കണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. പ്ലീസ് മദർ, അമ്മേ ഞാൻ നിങ്ങളുടെ കൂടെ വീട്ടിൽ നിന്നോട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? മിസ് റക്കോൺ ടുക്ക് ചെസ്റ്റർ ബൈ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയേഴ്സ്. ഇവിടെ എന്താ ചെയ്തത്? നസിൽഡ് എന്നൊരു വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. നസിൽഡ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടെ മൂക്കൊണ്ട് ഉരയ്ക്കുക. അപ്പം എന്താ ചെയ്തത്? അമ്മ അവൻ്റെ കൈ പിടിച്ചിട്ട് സ്നേഹത്തോടെ അവൻ്റെ ചെവിൻ്റെ മേലെ സ്നേഹത്തോടെ മൂക്കൊണ്ടൊന്ന് ഉരച്ചു. ഇവിടെ ഒരു ചിത്രം കാണാം നിങ്ങൾക്ക്. അമ്മ റക്കൂൺ കുട്ടി റക്കൂണിൻ്റെ മോൻ്റെ കയ്യിൽ ചുമ്മനം കൊടുക്കുന്ന, സ്നേഹത്തോടുള്ള ചുമ്മനം കൊടുക്കുന്നതായിട്ട് ചിത്രം. ഇതിനെപ്പറ്റി നമുക്ക് താഴോട്ടൊന്നുമില്ല വായിക്കാം. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വോണ്ട് ടു ഡു, ഷീ ടോൾഡ് ഹിം ജെന്റ്ലി. വളരെ സൗമ്യതയോടുകൂടെ അമ്മ എന്ത് പറഞ്ഞു? ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിട്ട് വരും. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കാരി അറ്റ് ഫസ്റ്റ്.
തുടക്കത്തിൽ അത് വളരെ ഭയാനകമായി തോന്നും, ചിലപ്പോൾ അത് വളരെ വിചിത്രമായിട്ടും തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. പക്ഷേ നീ ഒന്ന് പോയി തുടങ്ങിയാൽ മതി, സ്കൂളിലൊന്ന് പോയി തുടങ്ങിയാൽ നിനക്ക് ഇഷ്ടപ്പെടും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് അവിടെ പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പുതിയ പുതിയ ടോയ്സ് കൊണ്ട് കളിക്കാൻ പറ്റും. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് അവിടെ പുതിയ ബുക്സ് കിട്ടും, പുതിയ ഊഞ്ഞാൽ കിട്ടും കളിക്കാനൊക്കെ. ഇത് കൂടാതെ ബിസൈഡ്സ് ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യു നൈറ്റ്സ് at school seems as warm and cozy as your days at home. ഇതൊക്കെ കൂടാതെ നിനക്ക് നീ പകൽ സമയം നീ വീട്ടിലായിരിക്കുന്ന അതേ ഒരു അന്തരീക്ഷം, നിനക്ക് അതേ ഒരു രീതിയിലുള്ള അന്തരീക്ഷം നിനക്ക് സ്കൂളിലും കിട്ടും. നീ അവിടെ രാത്രി സമയമാണ് സ്കൂളിൽ പോവുക, അപ്പോൾ അവിടെ നിനക്ക് കിട്ടും. ചെസ്റ്റർ വൈപ്ഡ് എവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. ഇതെല്ലാം കേട്ടപ്പോൾ ചെസ്റ്ററിന് ഭയങ്കര ഇൻട്രസ്റ്റായി, ഉത്സാഹം വന്നു. അവൻ കണ്ണീരൊക്കെ തുടച്ചു മാറ്റി. എ സീക്രറ്റ്? വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? രഹസ്യമോ? എന്ത് തരത്തിലുള്ള രഹസ്യം? എ വെരി ഓൾഡ് സീക്രറ്റ് സെഡ് മിസ് റക്കൂൺ. അത് വളരെ പഴയ ഒരു രഹസ്യമാണ്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് അത് പഠിച്ചത്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. എൻ്റെ അമ്മ അവരുടെ അമ്മേൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു. ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിനെയാണ് കയ്യിൽ ചുംബനം കൊടുക്കുക എന്ന് പറയുന്നത്. ദ കിസ്സിങ് ഹാൻഡ്? ആസ്ക്ഡ് ചെസ്റ്റർ. അങ്ങനെ ഒരു രഹസ്യമുണ്ടോ? വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐൽ ഷോ യു. അപ്പോൾ അമ്മ പറഞ്ഞ് അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെയാണ് അമ്മ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കുട്ടി റക്കൂണിന് കയ്യിൽ സ്നേഹത്തോടെ ചുംബനം കൊടുക്കുന്നത്. മിസ് റക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. അതായത് അമ്മ എന്ത് ചെയ്തു? മോൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് ആ കുഞ്ഞി ഫിംഗേഴ്സൊക്കെ ഒന്ന് നിവർത്തി തുറന്ന് പിടിച്ചു. അപ്പോൾ ഒരു ഫാന് പോലെ ആയി എന്നാണ് പറയുന്നത് കൈ. ലീനിങ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അങ്ങനെ മുന്നോട്ട് ആഞ്ഞിട്ട് ആ ചെസ്റ്ററിൻ്റെ കൈൻ്റെ നേരെ നടുക്ക്, ആ പാമിൻ്റെ കൈപ്പത്തിൻ്റെ നേരെ നടുക്ക് ഉമ്മ വെച്ചു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ദ ഹാർട്ട്. അതായത് ഉമ്മ വെച്ച സമയത്ത് ഒരു ഷോക്ക് അടിച്ച പോലെ കയ്യിലൂടെ നേരെ അവൻ്റെ ഹൃദയത്തിലേക്ക് അതെത്തി, ആ ഉമ്മയുടെ ആ ഒരു ഫീല്. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്. അതുകൂടാതെ അവരെ ഈ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് രോമം ഉണ്ടാവും. ആ കറുപ്പ് രോമം വരെ ഒന്നിങ്ങനെ വിറച്ചു. അത് കണ്ടില്ലേ, ഈ കണ്ണിന് ചുറ്റുമുള്ള ഈ കറുപ്പ് രോമം വരെ ഒന്നിങ്ങനെ വിറച്ചു. ഓക്കെ, അതാണ് ടിങ്കിൾഡ് എന്ന് പറയുന്നത്. Miss Raccoon smiled. Now, she told Chester, whenever you feel lonely and need a little love from home, just press your hand to your cheek and think, Mom loves you, Mom loves you. അപ്പം അമ്മ റക്കൂൺ പറയാണ്, നിനക്ക് എപ്പോഴെങ്കിലും ഒരു ലോൺലി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വല്ലാതൊരു വിഷമം തോന്നുകയാണെങ്കിൽ ഞാൻ ഈ ഉമ്മ വെച്ച കൈ ഒന്ന് നിൻ്റെ ചീക്കിനോട് ചെള്ളനോട് അമർത്തി പിടിച്ചിട്ട് ചിന്തിക്കുക, നിൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി, എല്ലാം ശരിയാവും. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാംത് തോട്ട്സ്. അപ്പം തന്നെ എന്ത് സംഭവിക്കും? ഞാൻ നിനക്ക് തന്ന കിസ് ചാടി നിൻ്റെ ചീക്കിൽ വന്ന് തട്ടിയിട്ട് നിനക്ക് നല്ല ഒരു സന്തോഷം വരും, ആ ലോൺലി ഫീലിംഗ് ഒക്കെ കൊണ്ട് മാറും. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. അങ്ങനെ ആ ഉള്ളംകൈയിലെ കിസ് പോകാത്ത രീതിയിൽ മറിഞ്ഞു പോകണ്ട, അല്ലെങ്കിൽ വേറെ എവിടെയും പോകണ്ട എന്നുള്ള രീതിയിൽ ആ കയ്യിലെ ഫിംഗേഴ്സൊക്കെ ഒന്ന് മടക്കി അവിടെ പിടിച്ചു. അപ്പോൾ അമ്മൻ്റെ ചുംബനത്തിൻ്റെ ആ ഫീലിൽ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഈ ചിത്രം ഇവിടെ കാണുന്നത്. ഓക്കെ, മുന്നോട്ട് നോക്കാം. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. ഇനി അതിനി കളഞ്ഞു പോകണ്ട, ആ ചുംബനം ഇനി കളഞ്ഞു പോകണ്ട എന്ന് അമ്മ പറഞ്ഞിട്ട് അവനെ പരിഹസിച്ചു എന്നാണ് ഇവിടെ ഈ അർത്ഥം വരുന്നത്, ടീസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ആക്ച്വലി പരിഹസിക്കല്ല, കളിയാക്കിക്കൊണ്ട് പറയുക. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥം ഇതിലുണ്ട്. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. പക്ഷെ നീ അത് വിഷമിക്കൊന്നും വേണ്ട. നീ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് കൈയൊക്കെ തുറക്കുമ്പോൾ അതെവിടെയും പോകില്ല, അതങ്ങനെ പറ്റി പിടിച്ച് അവിടെ ഇരുന്നോളൂ. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അങ്ങനെ ചെസ്റ്ററിന് അമ്മ ചുംബനം വെച്ച ആ കൈ വളരെ ഇഷ്ടപ്പെട്ടു. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്, ഈവൻ ടു ദ സ്കൂൾ. ഇനിയിപ്പം ചെസ്റ്ററിന് മനസ്സിലായി അമ്മ നൽകിയ ആ ചുംബനം ഇവൻ്റെ കൂടെ എവിടെ പോയാലും ഉണ്ടാവും, ഈവൻ സ്കൂളിൽ പോയാലും ആ കൂടെ തന്നെ ഉണ്ടാവും. ദാറ്റ് നൈറ്റ്, ആ രാത്രി, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക്ഡ് തോട്ട്ഫുള്ളി. അങ്ങനെ സ്കൂളിൻ്റെ മുമ്പിൽ നിന്നിട്ട് ചെസ്റ്റർ ഇങ്ങനെ
എന്തോ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സഡൻലി ഹീ ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് ചെസ്റ്റർ അവൻ്റെ അമ്മേനെ നേരെ തിരിഞ്ഞിട്ട് പുഞ്ചിരിച്ചിട്ട് എന്താ പറഞ്ഞ്, ഹീ ടോൾഡർ എന്താ പറഞ്ഞ്, ഗിവ് മി യുവർ ഹാൻഡ്, അമ്മയെ നിങ്ങളുടെ കൈ കാണിക്കൂ. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അങ്ങനെ അമ്മ ചെയ്ത പോലെ തന്നെ അമ്മേൻ്റെ കൈ അവൻ്റെ കൈ കൊണ്ട് തുറന്നു. നെക്സ്റ്റ് ഹീ ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അതിനുശേഷം അവൻ മുന്നോട്ട് കുനിഞ്ഞിട്ട് അമ്മേൻ്റെ കൈയിൻ്റെ നടുക്ക് ചുംബിച്ചു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. ഇപ്പോൾ അമ്മേ നിങ്ങൾക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റൽ ഗുഡ് ബൈ. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഗുഡ് ബൈ പറഞ്ഞു. ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുകൂടെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി, കണ്ടോ, ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് എവേ, തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഈ ചിത്രത്തിൽ ചെസ്റ്റർ സ്കൂളിലേക്ക് തുള്ളിച്ചാടി പോകുന്നത് കാണാം. അമ്മ ഒരു മരത്തിൻ്റെ പിന്നിൽ നിന്നിട്ട് അതിങ്ങനെ നോക്കുന്നതായിട്ട് കാണാം. നമുക്ക് വായിക്കാം. മിസ് റക്കൂൺ വാച്ച് ചെസ്റ്റർ സ്ക്രാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻറ്റർ ദ സ്കൂൾ. അങ്ങനെ ഈ അമ്മ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെസ്റ്റർ അങ്ങനെ ഓടി തുള്ളിച്ചാടി ഒരു മരത്തിൻ്റെ മേലെ കയറി ഇറങ്ങിയിട്ടൊക്കെ സ്കൂളിലേക്ക് എത്തി. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാൻ ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിക്കുന്നത് അമ്മ അവിടെ നിന്ന് കേട്ട് ആ സമയത്ത് അമ്മ എന്ത് ചെയ്ത് അമ്മേൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കൈ അമ്മേൻ്റെ ചെള്ളനോട് ചേർത്ത് പിടിച്ച് ആ കയ്യിലാണ് ചെസ്റ്റർ ഉമ്മ വെച്ചത്. ദ വാംത്ത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹാർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ചെസ്റ്റർ ലവ്സ് യു, ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. ആ സമയത്ത് ചെസ്റ്ററിൻ്റെ ആ പാട്ട് ചെസ്റ്റർ പറഞ്ഞ ആ കാര്യം, അമ്മേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആ പറഞ്ഞ കാര്യം ഒരു വളരെ സന്തോഷത്തോടുകൂടെ അവരെ ഹൃദയത്തിൽ നിറയുന്നത് മാതിരി തോന്നി. ഒരു പാട്ട് പോലെ അത് കേൾക്കുന്നതായിട്ട് അമ്മക്ക് ഫീൽ ചെയ്തു. യൂണിറ്റ് 1 ദ വാംത്ത് ഓഫ് ലവ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം @ 2310.